സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അക്കി ഒഫീഷ്യലാണ് ചെയ്യുന്നത്. ആ ശരിക്കുള്ള പേരെന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. നമസ്കാരം. നമസ്കാരം. ഈ ശരിക്കുള്ള പേരെന്താ? അച്ചു. അച്ചു എം വിനോജ്. അച്ചു എം വിനോജ്. SSLC ബുക്കിലുള്ള പേരൊക്കെ അതെ, അത് തന്നെ. പക്ഷെ അച്ചു നമ്മൾ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരല്ലേ, അതൊരു ഒഫീഷ്യൽ പേരായിട്ട് അങ്ങനെ ഇടുമോ? ഇല്ല, അത് അച്ഛൻ്റെ പരിപാടിയാണ്. അമ്മ ഞാൻ ജനിക്കുന്ന മുമ്പേ കുറെ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചിങ്ങനെ ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ വെച്ച് അത് അച്ഛനോട് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു പേരുകളെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടോ? സിദ്ധാർത്ഥ്, അഭിജിത്ത്, അല്ലൻ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സിദ്ധാർത്ഥ് എന്നായിരുന്നു. അച്ഛനടുത്തും പറഞ്ഞു, അച്ഛനും പറഞ്ഞു ഡബിളൊക്കെ. അപ്പോൾ പേര് ചടങ്ങുണ്ടെന്ന് അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് അച്ചു 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 മോനെ നിനക്ക് ഇത് മതിയെന്ന് ചെവിയിൽ ഊത്തിട്ട് പോയി. ഞാൻ പറഞ്ഞ ഞാനെന്ത് പറയാ, ഞാൻ അപ്പൊ അങ്ങനെ അതായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ അതങ്ങ് ഇതായിപ്പോയി. പക്ഷെ ആ പേര് കൊണ്ട് ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഓർത്തിരിക്കും. നമ്മൾ ഓർത്തില്ലല്ലോ, അവർ ഓർത്തിരിക്കും. അത് പിന്നെ വള്ളിയായി തുടങ്ങി. ടീച്ചർമാരൊക്കെ ആദ്യം വെക്കുന്ന അച്ചു നീങ്ങൊന്ന് ആദ്യം വരുന്ന പേര് അതല്ലേ, അച്ചു സിമ്പിൾ ആക്കുക, പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ എടുക്കുക, ഇതോ എടുക്കുക. ശരി അത് ശരി, അങ്ങ് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പേര് കൊണ്ടൊരു ഗുണമുണ്ട്. റോൾ നമ്പർ 1 ആയിരുന്നോ? 1 അല്ല 2. അഭിജിത്തും ഉണ്ടായിരുന്നു. എവിടെ സ്ഥലം? ആലപ്പുഴയില് അമ്പലപ്പുഴയില് കഞ്ഞിപ്പാടത്ത്. പാട്ടിന്റെ ഇടയിൽ ഇങ്ങനത്തെ ചില എക്സ്പ്രഷൻസ് ചെയ്യാം. അതായത് ഒരിക്കലും നമ്മള് സാധാരണ പാട്ടിന് ലിപ്സിങ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. അതെങ്ങനെയാ ഫസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഐഡിയ? അത് കിട്ടുന്നതെന്ന് വെച്ചാല് അത് സാധാരണ അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ തോന്നുമല്ലോ. സത്യമായി ഇതൊക്കെ ആ സമയത്ത് വരുന്നതാണ് ഇതൊക്കെ. അല്ല നമ്മൾ ചിന്തിച്ചു കൂട്ടി ചെയ്യുന്നതൊന്നുമല്ല ഇത്. ഇപ്പോൾ ഒരു ഓഡിയോ എടുക്കുമ്പോഴേക്കും ആ ഓഡിയോക്കകത്ത് ഇതുപോലെ ചെയ്യാമെന്ന് തോന്നത്തില്ല, അത് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അതാണ് കറക്റ്റ് കാര്യം. ഈ പാക്കാതെ നേരത്ത് പാക്കരുത് എന്നുള്ള പാട്ടിന്റെ ഇതാണല്ലോ ഏറ്റവും അധികം റീച്ച് ആയിട്ട് അങ്ങ് അടിച്ചു കയറുന്നത്. ഇപ്പൊ അതിന് നിലവിൽ 7 മില്യൺ വരെ ഉണ്ടെന്നാണ് എന്റെ അറിവ്. 8 മില്യൺ ആയല്ലേ? ആ റീൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ സാഹചര്യം ആ ഡേ ഒക്കെ ഒന്ന് വിവരിക്കാവോ? അന്ന് കമ്പനിക്കാരെ പറ്റിച്ച് ലീവ് എടുത്ത് അന്നൊരു മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യായിരുന്നു. അപ്പം 2 ദിവസം ലീവ് കിട്ടി. പിന്നെ അടുത്ത ദിവസം നല്ല മഴ, രാവിലെ പോകാൻ വയ്യ. ഉടനെ ഏറെ വിളിച്ചു പറഞ്ഞു ഏറെ വയ്യ, പനിയൊക്കെയാണ്. അവള് പറഞ്ഞാൽ ശരി, തള്ളാണെന്ന് പുള്ളിക്ക് മനസ്സിലായി, പറയുന്നത് ഇതാന്ന് പുള്ളിക്ക് മനസ്സിലായി. അവിടെ ഇരുന്നപ്പോഴാണ് ഈ റീൽസ് കാണുന്നത്. റീൽസ് കണ്ടപ്പോഴേക്കും എന്തുവാ അതും ട്രാൻസിഷൻ വീഡിയോ ആയിരുന്നു മിക്കവരും. അത് ആ ഓഡിയോ ഇട്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മറ്റേ പാക്കാൻ നേരത്തെ വരുമ്പോൾ നേരെ അടുത്തിട്ട് ക്വസ്റ്റ്യൻ വേണ്ടി ട്രാൻസ്ലേഷൻ ആവുക. ശരി, നമുക്കിത് ലിപ്സിങ്ക് ചെയ്യാന്നും പറഞ്ഞ് ലിപ്സിങ്ക് ചെയ്തതാണ്. ആദ്യം ഒരു വട്ടം എടുത്തിട്ട് ചെയ്തുപോലെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. രണ്ടാമത് ഇതുപോലെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത്. പക്ഷെ രണ്ടാമത്തെ റീച്ച് ആയപ്പോഴേക്കും ആദ്യത്തെ തൂക്കി. നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്ത വേറൊരു വേർഷനും ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ തപ്പി എടുക്കണം, തപ്പി അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഈ ഓൺ വോയിസിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഓൺ വോയിസും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഇഷ്ടമായത് എന്താ പറയാ, നമുക്കുള്ള ബസ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തു നിന്നിട്ട് ആ വോയിസ് ആണ് 2022 വന്നത്. അതിനുശേഷമാണ് പാക്കാൻ നേരത്തിൽ 2023 ക്ലിക്ക് ആകുന്നത്. അതാണ് ഫസ്റ്റ് വരുന്നത്. 2022 ജൂണിലാണ് അതിടുന്നത്. ഇത് 2023 ജൂണിലാണ് ഇത് ക്ലിക്ക് ആകുന്നത്. ജൂണാണ് ജൂലൈ. ഇത് ക്ലിക്ക് ആയിട്ടാണോ അതിലേക്ക് ശ്രദ്ധ പോകുന്ന ആളുകളല്ല? ആദ്യം ക്ലിക്ക് ചെയ്ത് 2020 ഫസ്റ്റ് ബസ്സിന്റെ പെണ്ണിന്റെ അത് പറഞ്ഞു കേക്കട്ടെ. ഏത് ബസ്സിന്റെയും പെണ്ണിന്റെയും കമ്പാരിസൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു എന്ന് തുറക്കാൻ അറിയത്തില്ല. പലരും പറയും ഒരു ബസ് പോയാൽ അടുത്ത ബസ് വരും, അല്ലെങ്കിൽ ഒരു പെണ്ണ് പോയാൽ അടുത്ത പെണ്ണ് വരും. പക്ഷെ അങ്ങനല്ല, ചിലപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ടിൽ ആ ഒരു ബസ്സേ കാണത്തുള്ളൂ. അപ്പോൾ ആ ബസ്സിൽ പോകണമെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് ആ കറക്റ്റ് സമയത്ത് നമ്മൾ എത്തണം, അല്ലെങ്കിൽ പിന്നെ ആ ബസ് പോകും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ കോൺസെപ്റ്റിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റായിട്ട് അത് കയറി കൊളുത്തി. അതിരി അന്ന് പയ്യായിരുന്നു, പനി അടിച്ച് വയ്യ കീറി കിടക്കുമായിരുന്നു. പനി അടിച്ചിട്ട് മരുന്നും കഴിച്ച് കിടന്ന് രാത്രി എണീച്ചപ്പോൾ കണ്ട ഒരു റീലാണ്, ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴേക്കും അതിനൊരു ഇതായിട്ട് ഇട്ടൊരു വീഡിയോ ആണത്. പക്ഷെ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രം ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അത്ര തന്നെ, വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ? റൊമാൻറ്റിക് അല്ലല്ലോ, നമ്മൾ ഈ റൊമാൻറ്റിക് അതും കൂടെ വേണ്ട ജീവിതത്തിൽ. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ ഇത്ര കടുംബം പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല. അതും കൂടെ ഒക്കെ വേണം. തെപ്പ് കിട്ടണം, നമ്മൾ തെപ്പ് കിട്ടണം, കൊടുക്കണം, സ്നേഹിക്കപ്പെടണം. ഇതൊക്കെയാണ്, എന്നാലും അറിയത്തുള്ളൂ. ഇങ്ങനെ പോണം. എപ്പോഴാണ് ഫസ്റ്റ് പ്രണയം കിട്ടുന്നത്? ഫസ്റ്റ് പ്രണയം കിട്ടുന്ന വെച്ചാല് പ്രണയം കിട്ടില്ലല്ലോ, പ്രണയിക്കുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ലവ് എപ്പോഴാ? ഫസ്റ്റ് പ്രണയം ചെറുപ്പത്തിൽ ഹെഡ് മാസ്റ്റർ മോളായിരുന്നു. അത്ര ബാക്കി പോണ്ടല്ലേ. ഓക്കെ, ചുമ്മാ ജസ്റ്റ് കമ്പനി. പഠിക്കുമ്പോഴാ അപ്പൊ ജസ്റ്റ്
അതുമ്പോൾ തമാശ. അപ്പോൾ അതൊന്നും ഒന്നല്ല. ശരിക്കും വേണമെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നമൊന്നും പ്രണയം ഉണ്ടായിരുന്നു. പ്രശ്നമായത് പ്രശ്നമായി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അത് പോയി. അതിപ്പം അവള് കെട്ടി വർഷമായിട്ട് ജീവിക്കുന്നത്, ഹാപ്പി. കല്യാണമൊക്കെ കഴിഞ്ഞോ? പിന്നെ കഴിഞ്ഞില്ല. എനിക്കിപ്പോൾ 27 വയസ്സാണ്. ഡിഗ്രി എന്ന് പറയുമ്പോഴേക്കും 10 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. അങ്ങനെ വീഡിയോ കോളുകള് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതിന്റെ ഒക്കെ വേറെ വേറെ വേർഷൻസ് വരുന്നുണ്ടല്ലോ. ഇത് ക്രിയേറ്റിവിറ്റി, അത് അനുഭവ അങ്ങനെ കലാകാരന്മാർ അവരുടെ ഇത് വെളിപ്പെടുത്താൻ, മറ്റേ മജീഷ്യന്മാർ ഇത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ല, ചില കൂട്ടുകാരന്മാർ ഇവിടെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണുമല്ലോ, എന്താണ് ഇത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇവര് വീഡിയോ കോൾ ചെയ്യും. ആ ഒരു കോൺസെപ്റ്റില് എന്റെ വർഷം ഞാൻ ഇറക്കുന്നതാണ്. പിന്നെ കാണുമല്ലോ ഇപ്പൊ ഒത്തിരി വീഡിയോ കോളിന് തന്നെ ഇപ്പം കൊറോണ ഇറക്കുന്നുണ്ട്. അപ്പം നമ്മളും അതുപോലെ ഇൻസ്പയർഡ് ആയിട്ട് കോപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ എടുക്കും. അതുപോലെ റിയൽ ലൈഫ് പിന്നെ അവന്മാര് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായി? അതിങ്ങനെ എന്താ അടുത്തത് പോരട്ടെ. ഇവന്മാരായിരുന്നു ഞങ്ങളോട് വീഡിയോ കോൾ ഇവന്മാർ മാറിയിരിക്കുന്നത്. ഞങ്ങളിത് നോക്കും. ഇവന്മാര് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഞങ്ങളോട് ഡബ് ചെയ്യും. അതാണ് അവൻ പറഞ്ഞത്. എന്താ ഇന്നും വീണ്ടും ഇന്നലെ വിളിച്ചിട്ട് എന്താ ഇങ്ങനെ അങ്ങനെ എന്താ പറയുമ്പോഴേക്കും നമുക്കിങ്ങനെ മനസ്സിലാവും. അതിങ്ങനെ നോട്ട് വെച്ചിട്ട് പിന്നെ അതൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവന്മാരുടെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ പറയും, എന്തിനാടാ നീ ഉള്ളപ്പോ ഞാൻ ഒന്നുമില്ല, വീഡിയോ കോളിംഗ് ഇല്ല, ഒന്നുമില്ല, വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് നിർത്തിയേക്കും. അവന്മാർക്ക് മനസ്സിലാവോ ഈ റീല് വരുമ്പോ ഞങ്ങളെ ട്രോൾ ചെയ്യുന്നീന്ന്? മനസ്സിലാവും. എന്തൊക്കെയാന്ന് പറയുന്നത്? എന്തൊക്കെന്ന് പറഞ്ഞാല് എടാ അമ്മ പച്ചക്ക് പറയും, എന്തിനാടാ ആരും തെറിയായിരിക്കും വിളിക്കുന്നത്, എന്തിനാടാ മര്യാദയ്ക്ക് ജീവിച്ചു പോകല്ലേ, ഇതിനൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ. പിന്നെ കുഴപ്പമില്ല, അവന്മാരൊക്കെ സപ്പോർട്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകും. ബ്രോ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു റീൽ, അപ്പൊ ആ റീലിന് കൊടുക്കുന്ന ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു. റിപ്ലൈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഫിലോസഫിക്കലും ഭയങ്കര ശരിയാ. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ്, നോട്ട് ആൻ അച്ചീവ്മെന്റ്. വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്ക് എന്തോ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും അവര് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൺസെഷൻ എടുത്ത് നോക്കി ഇപ്പോഴും കാണാം. ആദ്യം തെളിവായിരിക്കും അത് അച്ചീവ്മെന്റ് തന്നെയാണ്. പുതിയ ലാംഗ്വേജ് ലേൺ ചെയ്ത്, ഓക്കെ ലാംഗ്വേജ് ലേൺ ചെയ്ത് നോക്ക്, സംസാരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് അതിന് അച്ചീവ്മെന്റ് കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരു കാര്യങ്ങൾ നമ്മൾ നല്ലിപ്പോൾ ഇതിൽ പുതിയതായിട്ടൊരു കഴിവ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളിത് ലേൺ ചെയ്യുന്നു. പുതിയൊരു ഇപ്പം ഒരു സെയിങ് ഒരു പറച്ചിലുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട്, പക്ഷെ നിങ്ങൾ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നതുകൊണ്ട്. അതെ, അങ്ങനത്തെ ഒരു സെയിങ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നു, അത്ര തന്നെ. കാരണം നമുക്ക് അറിയാലോ, നമ്മുടെ കപ്പാസിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ പൊതുവെ. പിന്നെ ഇപ്പൊ എല്ലാവരും ഇന്ത്യയിൽ തന്നെ വെച്ചാൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ലോകത്ത് മൊത്തം അംഗീകരിച്ചത് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റും. ഗ്രാമർ ഇല്ലെങ്കിൽ പോലും ഐ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം തരും, ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയെന്ന് പറയാം. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ലാംഗ്വേജ് ഒന്നും അതുപോലല്ല. കറക്റ്റ് റഷ്യനൊക്കെ പറയുമ്പോൾ കടിച്ചാ പൊട്ടിച്ച വാക്കി അത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ കയ്യുന്നു പോകും. അപ്പം ഇംഗ്ലീഷ് മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും എല്ലാവർക്കും ഇംഗ്ലീഷ് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞാനൊരു റിപ്ലൈ അവന് കൊടുത്തേ. അത് കയറി തിരികൊളുത്തിയിട്ടുണ്ട്. ഇപ്പോഴും കൺസെപ്റ്റ് എടുത്തിങ്ങനെ നോക്കുക, കൊള്ളാം. ഇവിടെ ഒരു കമന്റ് ഇട്ട്, കമന്റിന്റെ മൊത്തം റിപ്ലൈ ഇവന്മാരോട് അടിയാ. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ നോക്കിവിടും, ഇവന്മാരും ഒരിഞ്ഞടി അവിടെ ആനന്ദം കിട്ടുന്നുണ്ടല്ലോ. സംഭവം എന്ന് വെച്ചാല് നമ്മുടെ നോർത്ത് സൈഡ്, ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ ടീംസ് ആണ് കൂടുതൽ ഇവർക്ക് കുരു പൊട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവന്മാര് വന്ന് ഓരോന്നിടും, ഇങ്ങനെ ഇടും, ഇവിടെ ഉള്ളവന്മാര് നേരെ റിപ്ലൈ കൊടുക്കും.